എന്നും ഒരുപോലുള്ള ചട്നി കൂട്ടി നമ്മൾ മടുത്തു പോവില്ലേ? ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ വെറൈറ്റി ആയിട്ടുള്ള ഒരു സൂപ്പറായിട്ടുള്ള ഒരു കത്തിരിക്ക ചട്നി ആയാലോ? നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു കടായി അടുപ്പിലോട്ട് വെച്ചിട്ട് 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പും 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും കൂടെ നന്നായിട്ടൊന്ന് ബ്രൗണിഷ് ആയിട്ടൊന്ന് വറുത്ത് കോരി മാറ്റി വയ്ക്കുക. ഇനി അതേ ചട്ടിയിൽ ഒരല്പം കൂടെ എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മുടെ എരിവിന് ആവശ്യമുള്ള ഉണക്കമുളക് ഇട്ട് കൊടുത്തിട്ട് ഒരു ചെറിയ 2 സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്ന സമയത്ത് മീഡിയം സൈസിലുള്ള 2 തക്കാളി ഇട്ട് കൊടുത്ത് അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്ന സമയത്ത് 2 നല്ല വലിപ്പത്തിലുള്ള 2 കത്തിരിക്ക, ഏത് ടൈപ്പ് കത്തിരിക്ക വേണമെങ്കിലും എടുക്കാം. പച്ചയോ നീലയോ ഉരുണ്ടതോ നീളമോ ഏത് കത്തിരിക്ക വേണമെങ്കിലും നമുക്ക് എടുക്കാം. അത് നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്ന സമയത്ത് ഒരല്പം പുളി, ഒരു ശകലം പുളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. എണ്ണ ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിരുന്ന ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും കൂടെ ചേർത്ത് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊരു ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരുമ്പോഴത്തേക്ക് സൂപ്പറായിട്ടുള്ള ഒരു അടിപൊളി ചട്നി റെഡിയാണ് കേട്ടോ. ഇഡ്ഡലിയുടെ കൂടെ മാത്രമല്ല, ദോശയുടെ കൂടെ നല്ല ടേസ്റ്റാണ്. ഒന്നുണ്ടാക്കി നോക്കണേ.